ഔദ്യോഗികമായി ഇറാൻ ഇസ്രായേലിൽ ഒരാക്രമണം നടത്തി. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്കിനെ ഇറാൻ സാച്ചുറേറ്റ് ചെയ്തതായി ഒരുപാട് വിവരം പുറത്തുവന്നു. ഹിസ്ബുള്ളയും ഇറാനും ചേർന്ന് ഒരു കോർഡിനേറ്റഡ് മിസൈൽ സ്ട്രൈക്ക് ഇസ്രായേലിൽ നടത്തി. ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ആഘാതം സംഭവിച്ചിട്ടുണ്ട്. 400 റോക്കറ്റുകൾ വരെയും ഇറാൻ ഇസ്രായേലിൽ ഫയർ ചെയ്തതായി കൺഫേംഡ് റിപ്പോർട്ട്സ് പുറത്തുവന്നു. IRGC സ്റ്റേറ്റ്മെന്റും അത് തന്നെ പറയുന്നുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി നമുക്കറിയാം. ഇസ്രായേലിന്റെ ലോക്കൽ ടൈം 7:30. ആ സമയത്ത് ഇസ്രായേൽ മുഴുവനും എയർ റെയ്ഡ് സൈറൻസ് മുഴങ്ങാൻ തുടങ്ങി. ഈ മാപ്പ് നോക്കുക. ഇസ്രായേലിന്റെ 80% പ്രദേശങ്ങളിലും അവർക്കുള്ള റെഡ് അലർട്ട് നൽകുന്നു. ഇസ്രായേൽ അവരുടെ എയർ സ്പേസ് ക്ലോസ് ചെയ്യുന്നു. ആദ്യത്തെ അറിയിപ്പ് IDF നിന്നും വരുന്നു. ഇറാനിൽ നിന്നും ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇറാനിൽ നിന്നും ലോഞ്ച് ചെയ്ത ആ ബാലിസ്റ്റിക് മിസൈൽ ഇറാഖിന്റെ എയർ സ്പേസിനുള്ളിൽ എൻറ്ററായി. അടുത്ത ചില മിനിറ്റിൽ ഇറാന്റെ മിസൈൽസ് ഇസ്രായേലിനുള്ളിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് അറിയിപ്പ് വന്നു. ഉടൻ തന്നെ ഇസ്രായേലിലെ ജനങ്ങളെല്ലാം ബോംബ് ഷെൽട്ടർ നോക്കി ഓടാൻ തുടങ്ങി. എല്ലാവരും സുരക്ഷയുള്ള സ്ഥലങ്ങളെ നോക്കി പോകണമെന്നുള്ള അറിയിപ്പും ഇസ്രായേലിന്റെ സർക്കാർ നൽകുന്നു. ഇസ്രായേലിന്റെ വ്യോമാതിർത്തി അടച്ചതിനു ശേഷം വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന വിമാനങ്ങളെ എല്ലാം ഇസ്രായേലിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ റീറൂട്ട് ചെയ്ത് തൊട്ടടുത്തുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നു. ഒരു വലിയ മിസൈൽ ബാരേജിനായി ആ സ്ഥലത്ത് അവർ കാത്തിരിക്കുന്നു. ആദ്യത്തെ ഇറാനിയൻ മിസൈൽ ജോർദാൻ എയർ സ്പേസ് ക്രോസ് ചെയ്ത് ഇസ്രായേലിനുള്ളിലേക്ക് നുഴഞ്ഞതിനു ശേഷം അതിനെ തടയാനുള്ള ഒരുപാട് ശ്രമങ്ങൾ അവിടെ നടത്തി. ഇവിടെ ഒരു സത്യം പറയണമെങ്കിൽ ഇപ്പോൾ നമ്മൾ അറിയുന്ന വാർത്തകളിലെല്ലാം രണ്ടു വശവും കള്ളമായിരിക്കും പറയുക. ഇസ്രായേൽ ഞങ്ങൾ എല്ലാ മിസൈലും ഇന്റർസെപ്റ്റ് ചെയ്തു, 1-2 ഇമ്പാക്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയും. മറുവശത്ത് ഇറാനെ നോക്കുമ്പോൾ 90% ഞങ്ങൾ ഇസ്രായേലിൽ നഷ്ടം വരുത്തി, ഇസ്രായേലിനെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് അവരും പറയും. പക്ഷേ യഥാർത്ഥ സത്യം അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ആകും. ചില വിഷ്വൽ കൺഫേംഡ് ഫൂട്ടേജസ് വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് 11 സ്ഥലങ്ങളിലെങ്കിലും ഇസ്രായേലിന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ നുഴഞ്ഞു കയറിയ ഇറാനിയൻ മിസൈൽസ് സ്ഫോടനം നടത്തിയിട്ടുണ്ട്. 11 സ്ഥലങ്ങളിൽ ആഘാതം സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്ത് 10 മിസൈൽസ് വീണ് ഇമ്പാക്ട് ഉണ്ടാക്കിയാലും 10 മിസൈൽ ഇമ്പാക്ട് ആണെന്ന് കണക്കിലെടുത്താലും അത് ഒരു സ്ഥലത്ത് സംഭവിച്ച മിസൈൽ ഇമ്പാക്റ്റായി മാത്രമേ നോക്കുകയുള്ളൂ. അങ്ങനെ നോക്കിയാൽ ഈ 11 സ്ഥലങ്ങളിൽ തീർച്ചയായും ഇറാനിയൻ മിസൈൽസ് വന്നിട്ടുണ്ട്. കൂടാതെ 11 സ്ഥലങ്ങളും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതിൽ ടോപ്പ് 4 സ്ഥലങ്ങൾ പറയാം. ഇപ്പോഴത്തേക്ക് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങൾ ഉൾപ്പെടെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഒന്ന്, മെഡിറ്ററേനിയൻ സീയിലുള്ള അവരുടെ ഓയിൽ ഗ്യാസ് റിഗ്സ്. ഇവിടെ ഇറാന്റെ മിസൈൽ സ്ട്രൈക്ക് ഡയറക്റ്റ് തന്നെ പതിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേത് നബാട്ടി എയർബേസ്, മൂന്നാമത്തേത് പോർട്ട് ഓഫ് എസ്കലോൺ, നാലാമത്തേത് ടെല്ലവീവ്. ടെല്ലവീവിൽ 2 എക്സ്പ്ലോഷൻ ഇറാനിയൻ മിസൈൽസ് കാരണം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരുപാട് പേർ ആ ഫൂട്ടേജസ് എടുത്തു തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന് ഹോട്ടലിനടുത്തുണ്ടായ സ്ഫോടനം, മറ്റൊന്ന് മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് അടുത്ത് ഒരു മിസൈൽ ഇമ്പാക്ട് ഉണ്ടായതായി ഫൂട്ടേജിലൂടെ അറിയുന്നുണ്ട്. അപ്പോ ഇസ്രായേലിന്റെ സോഴ്സസും ഇറാനിയൻ സോഴ്സസും പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഇവിടെ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാക്കിയാലും നാശനഷ്ടങ്ങൾ തീർച്ചയായും ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ട്. ഇറാൻ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ സാച്ചുറേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഘട്ട ആക്രമണമായാണ് ഇറാൻ ഇത് ചെയ്തത്. ആദ്യം 150 മിസൈൽസ് വരെയും ഇറാൻ ഇസ്രായേലിന് നേരെ ലോഞ്ച് ചെയ്തു. രണ്ടാം ഘട്ടമായി നടത്തിയ ആക്രമണത്തിൽ വീണ്ടും 250 മിസൈൽസ് ലോഞ്ച് ചെയ്തു. മൊത്തത്തിൽ 400-ൽ കൂടുതൽ ഏരിയൽ പ്രൊജക്ടൈൽസ്, ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ ഇവിടെ ഇസ്രായേലിനെതിരെ ഫയർ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഹിസ്ബുള്ള ഒരു വലിയ റോൾ തന്നെ പ്ലേ ചെയ്തു. നോർത്തേൺ കമ്മ്യൂണിറ്റീസിനെ ആക്രമിക്കാൻ, അല്ലെങ്കിൽ വടക്കൻ പ്രദേശങ്ങളിലുള്ള ഹൈഫ പോർട്ടിന് അടുത്തുള്ള ഭാഗങ്ങളെ ആക്രമിക്കുമ്പോൾ അയൺ ഡോമിനെ സാച്ചുറേറ്റ് ചെയ്യാനായി 100 കണക്കിന് റോക്കറ്റ്സ് ഒരേ സമയത്ത് ലെബനനുള്ളിൽ നിന്നും ഇസ്രായേലിന്റെ ഫോഴ്സസിനെ നോക്കി ലോഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ അയൺ ഡോം അവിടെ സാച്ചുറേറ്റ് ആയതിനു ശേഷം അകത്തേക്ക് വരുന്ന ഇറാനിയൻ മിസൈൽസ് ഒരു ആഘാതം സൃഷ്ടിക്കാൻ ഇതൊരു വലിയ വഴിയായി മാറി. അത് വിജയകരമായി ഇറാന്റെ മിസൈൽസ് അകത്തേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു സാഹചര്യവും സൃഷ്ടിച്ചു. അപ്പോ ഇറാനെ സംബന്ധിച്ച് വളരെ ധീരമായ ഒരു നീക്കമാണ് അവർ നടത്തിയത്. ഇസ്രായേലിനെ അവർ ആക്രമിച്ചു. മരണങ്ങളും അവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇസ്രായേലിന്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അൺനോൺ ഗൺമാൻ കാരണം 8 പേർ സംഭവസ്ഥലത്ത് മരിച്ചിട്ടുണ്ട്. വീണ്ടും മരണനിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. 30 പേരിൽ കൂടുതൽ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഇതായിരുന്നു ഒരു തുടക്കം. അവിടെ നിന്നാണ് ഇവ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഇത് അവസാനിച്ചു എന്ന് പറയാം. പക്ഷെ പ്രശ്നം ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. IRGC, ഇറാന്റെ UN മിഷൻ, ഇവർ എല്ലാവരും ഒരു കാര്യം കൺഫേം ചെയ്തു. ആദ്യം IRGC പറഞ്ഞത് നസ്രുള്ള അബ്ബാസ്, IRGC കമാൻഡർ,
ഇവർ 2 പേർ കൊല്ലപ്പെട്ടതിനും ഇസ്രായേലിനെതിരെ ഇറാന്റെ റെസ്പോൺസിബിലിറ്റി എന്താണോ അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഇവിടെ ഞങ്ങൾ അഗ്രസർ അല്ല. റിട്ടാലിയേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാ ഉത്തരവാദിത്വവുമുണ്ട്, എല്ലാ അവകാശവുമുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത്. ഇസ്രായേലിന് വീണ്ടും അത്യാവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഇസ്രായേലിനെ തിരിച്ചടിക്കണം, ഇറാനെതിരെ മിസൈൽ സ്ട്രൈക്ക് നടത്തണം, വ്യോമാക്രമണം എന്ന് ചിന്തിച്ചാൽ തീർച്ചയായും 10,000 മടങ്ങ് ഇതിനേക്കാൾ ഒരു പ്രതികരണമായിരിക്കും ഇസ്രായേലിന് ലഭിക്കുക എന്ന് പറഞ്ഞത്. അടുത്ത ഭാഗത്ത് നോക്കിയാൽ ഇസ്രായേലിന്റെ ഡിമോണ ന്യൂക്ലിയർ റിയാക്ടർ സൈറ്റ്, ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി അവിടെയുണ്ട്. അതിനു മുകളിലും ഈ മിസൈൽസ് വീണാഘാതം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇറാൻ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് തീർച്ചയായും പറയാം, ഇസ്രായേലിന്റെ പ്രതികരണം എന്നത് തീർച്ചയായും അവിടെ വളരെ വലുതായിരിക്കും. ഒരു ന്യൂക്ലിയർ സൈറ്റിനെ ആക്രമിച്ച് തുടക്കം കുറിക്കുകയാണെങ്കിൽ അതിനുശേഷം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ കാത്തിരിക്കും. അതിനനുസരിച്ചതുപോലെ IDFന്റെ പ്രസ്താവനയിൽ അവർ പറഞ്ഞത് തീർച്ചയായും ഇത്തവണ ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ പ്രതികരണം പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. ഇറാൻ, വി ആർ കമ്മിങ്, തീർച്ചയായും നിങ്ങളെ ആക്രമിക്കാൻ പോകുന്നുവെന്ന് IDF കൺഫേം ചെയ്തു. അമേരിക്കയുടെ സമ്മർദ്ദം എന്ത് തന്നെയായാലും അതൊന്നും ഇസ്രായേൽ കേൾക്കാനേ പോകുന്നില്ല. ഔദ്യോഗികമായി നമുക്കൊരു കാര്യം പറയാം, ഇറാനും ഇസ്രായേലും ഇപ്പോൾ ഒരു യുദ്ധത്തിലാണ്. ഈ യുദ്ധം എത്രത്തോളം വലുതായി പോകും എന്നറിയില്ല. കാരണം അകത്തേക്ക് വന്ന പ്രൊജക്ടൈൽസിനെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും അമേരിക്കയുടെ വ്യോമസേനയിലെ വിമാനങ്ങളും ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ യഥാർത്ഥ കണക്ക് നമുക്കറിയില്ല. പുതിയ വാർത്തകൾ വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. അവിടെയുള്ള ഫൂട്ടേജസ്, വിഷ്വൽസ് കണ്ട് കൺഫേം ചെയ്താലേ മരണനിരക്ക്, ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. പക്ഷെ ഇപ്പോ പ്രധാനപ്പെട്ട 11 സ്ഥലങ്ങളിൽ ആഘാതം സംഭവിച്ചിട്ടുണ്ട്. 60% കൂടുതൽ ഇസ്രായേലിന്റെ എണ്ണയും വാതകവും നൽകുന്ന ഫെസിലിറ്റീസിൽ ഇറാന്റെ മിസൈൽ സ്ട്രൈക്ക് നടന്നു. അതുപോലെ ഐസ്ലാൻ പോർട്ട്, നവാട്ടി എയർബേസ്, ഇവിടം എല്ലാം 3-4 മിസൈൽസ് വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം ഇനി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെയുള്ള സ്ട്രൈക്സ് അവസാനിപ്പിച്ചു. IRGCയും അത് കൺഫേം ചെയ്തു. കൂടുതലായും ഇവർ ലോഞ്ച് ചെയ്തത് ഈ 400 പ്രൊജക്ടൈൽസിൽ 25% കൂടുതൽ മിസൈൽസ് ലോഞ്ച് ചെയ്തത് മിസൈൽ സൈലോസിൽ നിന്ന്, മലനിരകളിലും കുന്നുകളിൽ നിന്നുമാണ് ലോഞ്ച് ചെയ്തത്. അതല്ലാതെ കുറച്ച് മിസൈൽസ് ഇലക്ട്രോണിക് ലോഞ്ചറുകളിൽ നിന്നും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇസ്രായേൽ ഇവിടെ എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു എന്നുള്ളതിനെ വെച്ച് മാത്രമേ അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കൂ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.